ഒക്കെ ശരിയാവും, എല്ലാം ശരിയാവും. ഇത് എങ്ങനെ അറബിയിൽ പറയാം? അതായത് എനിക്ക് പരിചയമുള്ള ഒരു സ്ത്രീ ഉണ്ട്, എപ്പോഴും ഒരു സാഡായിട്ട് അവരെങ്ങനെ കാണാം. എനിക്ക് അവരോട് ഒന്ന് ആശ്വസിപ്പിക്കണം അവരെ. അപ്പൊ ഞാൻ അതിനെന്താ പറയാന്നില്ല, അതിന് കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന് നമുക്ക് പറയാം അലല്ല, അലല്ല എന്ന് പറയാം. അതേപോലെ തന്നെ യസീർ ഖൈർ, ഇൻഷാ അല്ലാഹ് യസീർ ഖൈർ. ഈ അതേപോലെ ഒരു വാക്കാണ് റബ്ബ കരീം. എന്താ പറയുക, അള്ളാഹ് കരീം അല്ലെ റബ്ബ കരീം എന്നൊക്കെ പറയും. ദൈവം ഉദാരനാണ്, ഒക്കെ ശരിയാവും, സാരല്ല. ഇപ്പൊ 3 വാക്ക് പറഞ്ഞു. ഒന്ന് അലല്ല, അലല്ല, അതൊന്നും ടെൻഷൻ അടിക്കണ്ട, ഒക്കെ പഠിച്ചോ നോക്കിക്കൊള്ളുന്ന, അതാണ് അലല്ല. മറ്റൊന്നെന്താ പറഞ്ഞാണ് യസീർ ഖൈർ, യസീർ ഖൈർ, എല്ലാം ശരിയാ, ഒക്കെ ശരിയാ. മൂന്നാമത്തെ ഒന്നാണ് അള്ളാഹ് കരീം. അള്ളാഹ് കരീമിന് പകരം റബ്ബ കരീം. ഇപ്പൊ അല്ലേ അള്ളാഹ് കരീം, അള്ളാഹ് കരീം, സാരല്ല എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ദുഃഖിക്കണ്ട, ഒക്കെ ശരിയാവും പറയാൻ ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ മതി. പക്ഷെ അതിലൊരു കാര്യം കൂടെ നമുക്ക് കൂട്ടി കൊടുക്കാം. ടെൻഷൻ അടിക്കണ്ടെന്ന് ചോദിച്ചല്ലോ, ടെൻഷൻ അടിക്കണ്ട എന്നുള്ളതിന് മഹിമ്മക്ക് എന്ന് പറയാം. അതേപോലെ തന്നെ വലഹിമ്മക്ക് എന്ന് പറയാം. അതുപോലത്തെ ഒരു വാക്കാണ് ബസീത്ത്. ഷേഖ് എന്താണ് ബസീത്ത്? നമ്മൾ സാധാരണ സാരല്ല എന്ന് പറയല്ല, നമ്മള് അതൊക്കെ സില്ലി അല്ലേ, അതൊന്നും സാരല്ല. സില്ലി അല്ലെങ്കിൽ ചെറുത് എന്ന അർത്ഥമാണ് എന്താ പറയാ, ബസീത്ത് എന്ന് പറയും. ബസീത്ത് അങ്ങനെ അതിനും ഉപയോഗിക്കാതെ അത് വിട്ടുകള, അതിനും പറയാം. അതേപോലെ തന്നെയാണ് ആദി എന്ന് പറഞ്ഞ വാക്ക്. എന്താണ് ആദി? ആദി അയിനാണ് ആദി. ഈ ആദിയുടെ ഒരു അർത്ഥം എന്താ വെച്ചാൽ നോർമൽ. ആദി ഷേഖ് ആദി അതൊക്കെ സാധാരണ ഒരു കാര്യമാണ്, അതിലൊന്നും നിങ്ങൾ വെറുതെ ദുഃഖിച്ചിരിക്കണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ യഥാർത്ഥത്തിൽ സാഹിത്യ അറബിയിൽ ഇതൊന്നും അല്ല പറയാറുള്ളത്, ലാ തെഹ്സൻ എന്നാണ്. ഇപ്പൊ ഒരു വചനം തന്നെ ഉണ്ട്, ലാ തെഹ്സൻ ഇന്നല്ലാഹ മഅന, ദുഃഖിക്കണ്ട ദൈവം കൂടെ ഉണ്ട്. ലാ തെഹ്സൻ ഇന്നല്ലാഹ മഅന. അവിടെ ലാ തെഹ്സൻ ദുഃഖം സങ്കടം എന്നതിന് ഹുസ്ന് എന്നാണ് പറയുന്നത്. ഹുസ്ന് എന്ന് പറഞ്ഞാൽ ദുഃഖം അല്ലെങ്കിൽ സങ്കടം എന്നാണ് അർത്ഥം, സങ്കടം. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞൊരു അലല്ല ഉണ്ടല്ലോ, നേരത്തെ തന്നെ അലല്ല. ഈ അലല്ലക്ക് വേറൊരു ആംഗിൾ കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരാൾ നിന്നെ ഉപദ്രവിച്ചു, നിനക്കത് പ്രതികരിക്കാൻ കഴിയുന്നില്ല, അപ്പോഴെന്ത് പറയും? അലല്ല, പടച്ചോ നോക്കിക്കോളൂ നിന്റെ കാര്യം. ഈ ഒരു ഒറ്റ വാക്ക് മതി, അലല്ല, അത് മതി. അപ്പോൾ ഇതിപ്പോ നമ്മൾ പറഞ്ഞത് ഈ ഒരു സമാധാനിപ്പിക്കാനുള്ള സഹോദരിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ. അപ്പൊ കുറെ വാക്കുകൾ കിട്ടിയല്ലോ, ഇതിൽ ഏതെങ്കിലും ഒന്ന് അവരെ മാനസികമായി സന്തോഷിപ്പിക്കാൻ പറഞ്ഞു. അള്ളാഹ് കരീം, റബ്ബ കരീം, ബസീത്ത്, മഹിമ്മക്, അലല്ലാ, ഈ വാക്കുകളൊക്കെ